അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 1. തെയോഫിലോസേ, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത ദിവസം വരെ അവിടുന്ന് ചെയ്യാനും ഉപദേശിക്കാനും തുടങ്ങിയ സകല കാര്യങ്ങളെയും കുറിച്ച് ഞാൻ എഴുതിയ ആദ്യ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പീഡാസഹനത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു അനേകം അനിഷേധ്യ തെളിവുകളിലൂടെ തന്നെത്താൻ അവർക്ക് കാണിച്ചു കൊടുത്തു. 40 ദിവസത്തോളം അവർ തന്നെ കണ്ടു. യേശു അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നിൽ നിന്നും കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഇനി വളരെ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അപ്പോസ്തലന്മാർ, കർത്താവേ, അങ്ങ് ഇസ്രായേലിന് ഈ സമയത്താണോ രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവരോട്, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും നിങ്ങൾ അറിയേണ്ടതില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആയിത്തീരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം അവർ നോക്കി നിൽക്കെ യേശു ആരോഹണം ചെയ്തു. ഒരു മേഘം യേശുവിനെ അവരുടെ കാഴ്ചയിൽ നിന്നും മറച്ചു. യേശു അവരെ പിരിയുമ്പോൾ അവർ ആകാശത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അപ്പോൾ അതാ ശുഭ്രവസ്ത്രധാരികളായ 2 പുരുഷന്മാർ സമീപത്ത് വന്നു നിന്ന് അവരോട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും എന്ന് പറഞ്ഞു. പിന്നെ അവർ മലയിൽ നിന്നും യെരൂശലേമിലേക്ക് മടങ്ങി. അത് യെരൂശലേമിന് സമീപമായിരുന്നു. ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിയാത്രയാണ് ഉണ്ടായിരുന്നത്. യെരൂശലേമിലെത്തിയ ശേഷം അവർ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ മുറിയിലേക്ക് പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തീക്ഷ്ണവാദിയായ ശീമോൻ, യാക്കോബിൻ്റെ മകൻ യൂദ എന്നിവരായിരുന്നു അവർ. അവിടെ അവരോടൊപ്പം യേശുവിൻ്റെ അമ്മ മറിയയും മറ്റു ചില സ്ത്രീകളും യേശുവിൻ്റെ സഹോദരന്മാരും ഏകമനസ്സോടെ ചേർന്നു. ആ നാളുകളിൽ ഏകദേശം 120ഓളം സഹോദരങ്ങളുടെ ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരെ, യേശുവിനെ ബന്ധിച്ചവർക്ക് വഴികാട്ടിയായ യൂദയെക്കുറിച്ച് ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അരുളിച്ചെയ്ത തിരുവെഴുത്ത് നിറവേറേണ്ടത് ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളോടൊപ്പം എണ്ണപ്പെട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളിയായിരുന്നുവല്ലോ. എന്നാൽ അവൻ തൻ്റെ ദുഷ്ടതയ്ക്ക് ലഭിച്ച പ്രതിഫലം കൊണ്ട് ഒരു നിലം വാങ്ങി അതിൻ്റെ നടുവിൽ തലകീഴായി വീണ് ഉടൽ പിളർന്ന് കുടൽ പുറത്ത് ചാടി. അത് യെരൂശലേം നിവാസികൾ എല്ലാവരും അറിയുന്നു. ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് വിളിക്കുന്നു. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ എടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം നമ്മോടുകൂടെ സഞ്ചരിച്ചു പോന്ന പുരുഷന്മാരിൽ ഒരാൾ നമ്മോടൊപ്പം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷിയാകേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർദ്ദേശിച്ചു. അനന്തരം അവർ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, സ്വന്തം സ്ഥലത്തേക്ക് പോകാനായി യൂദ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ ശുശ്രൂഷയും അപ്പോസ്തല സ്ഥാനവും സ്വീകരിക്കേണ്ടതിന് ഈ 2 പേരിൽ അവിടുന്ന് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവരുടെ പേർക്ക് നറുക്കിട്ടു. നറുക്ക് മത്തിയാസിന് വീണു. അങ്ങനെ അവൻ 11 അപ്പോസ്തലന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു.